ഹലോ, എൻ്റെ പേര് ഋത്തിക്. ഞാൻ ഇന്നിവിടെ 8086 മൈക്രോ പ്രൊസസ്സറിൻ്റെ ഒരു സെമിനാറാണ് എടുക്കാൻ പോകുന്നത്. ആദ്യം 8086 മൈക്രോ പ്രൊസസ്സറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വായിച്ചു നോക്കാം. Introduction. 8086 microprocessor is an enhanced version of 8085 microprocessor that was designed by Intel in 1976. It is a 16-bit microprocessor having 20 addresses lines and 16 data lines that provides up to 1 MB storage. It consists of powerful instruction set which provides operations like multiplication and division easily. ഇതിൽ പറയുന്നത് 8086 മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത് 8085 മൈക്രോ പ്രൊസസ്സറിൻ്റെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ ആണ്. എൻഹാൻസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കേപ്പബിലിറ്റീസും മോഡിഫൈയും ഒക്കെ ചെയ്തിട്ട് ഒന്നും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു മൈക്രോ പ്രൊസസ്സറാണ്. അത് ഇന്റൽ 1976 ബിൽഡ് ചെയ്തത്. അതിന് ഏകദേശം 20 അഡ്രസ് ലൈൻസും 16 ഡാറ്റ ലൈൻസും 1 MB സ്റ്റോറേജും ആണ് അതിൻ്റെ കേപ്പബിലിറ്റീസ്. അതുപോലെ തന്നെ അതിനൊരു പവർഫുൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. It supports two modes of operations, that is maximum mode and minimum mode. Maximum mode is suitable for system having multiple processor and minimum mode is suitable for system having a single processor. ഇതിന് രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഏതൊക്കെ വെച്ചാൽ മാക്സിമം മോഡും മിനിമം മോഡും. മാക്സിമം മോഡ് ഒന്നിൽ കൂടുതൽ പ്രൊസസ്സർ ഉള്ള സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതും മിനിമം മോഡ് ഒരു മൈക്രോ പ്രൊസസ്സർ ഉള്ള സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. ഇനി എൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എനിക്ക് ഈ സെമിനാറിൽ കിട്ടിയ ടോപ്പിക്ക് ഇന്റേണൽ ആർക്കിടെക്ചർ ആണ്. ഇന്റേണൽ ആർക്കിടെക്ചറിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ കാണുന്നത്. ആദ്യം നമുക്ക് ഈ ഡയഗ്രാമിൻ്റെ വർക്കിംഗ് പറയുന്നതിൻ്റെ മുന്നേ ഈ ഇതിൽ ഡയഗ്രാമിൽ കാട്ടിയിരിക്കുന്ന ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ എന്താണെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. 8086 microprocessor is divided into two functional units, EU and BIU. EU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂഷൻ യൂണിറ്റും BIU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് ഇൻ്റർഫേസ് യൂണിറ്റും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൈക്രോ പ്രൊസസ്സറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂഷൻ യൂണിറ്റും ബസ് ഇൻ്റർഫേസ് യൂണിറ്റും. ആദ്യം തന്നെ നമുക്ക് എക്സിക്യൂഷൻ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. എക്സിക്യൂഷൻ യൂണിറ്റ് gives instructions to BIU starting from verb to fetch the data and then decode and execute those instructions. Its function is to control operations on data using the instruction decoder and ALU. EU has no direct connection with system buses as shown in the above figure. It performs operations over data through BIU. ഈ എക്സിക്യൂഷൻ യൂണിറ്റ് ആണ് BIUവിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഡാറ്റ ഫെച്ച് ചെയ്യുന്നത് മുതൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഡീകോഡറും ALUവും വെച്ചിട്ട് ഈ ഡാറ്റനെ കൺട്രോൾ ചെയ്യാനാണ്. കൺട്രോൾ ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ. ഇതിന് ഒരിക്കലും ഡിറക്റ്റ് സിസ്റ്റം ബസ്സസുമായിട്ട് ഒരു ഡിറക്റ്റ് കണക്ഷൻ ഇല്ല. ഇതെപ്പോഴും BIUവിന് ഇൻസ്ട്രക്ഷൻ നൽകിക്കൊണ്ടാണ് ഇത് ഡാറ്റയെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ഫങ്ഷണൽ പാർട്സ് നോക്കാം. ALU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അരിത്തമാറ്റിക്കും ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ 16-bit രജിസ്റ്റർ ദാറ്റ് ബിഹേവ്സ് ലൈക്ക് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് സ്റ്റാറ്റസ് അക്കോർഡിംഗ് ടു ദ റിസൾട്ട് സ്റ്റോർഡ് ഇൻ ദി അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത റിസൾട്ടിനനുസരിച്ച് ഫ്ലാഗുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഫ്ലാഗ് രജിസ്റ്റർ. ഇതിന് ഏകദേശം 9 ഫ്ലാഗ്സ് ഉണ്ട്. അത് രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടീഷണൽ ഫ്ലാഗ്സും കൺട്രോൾ ഫ്ലാഗ്സും. ആദ്യം കണ്ടീഷണൽ ഫ്ലാഗ്സ് എന്താ നോക്കാം. It represents the result of the last arithmetic or logical instruction executed. ഇത് കണ്ടീഷണൽ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം എക്സിക്യൂട്ട് ചെയ്ത അരിത്തമാറ്റിക്കോ ലോജിക്കലോ ഇൻസ്ട്രക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്.
Following is the list of conditional flags. ഇനി ഇത് ഈ കണ്ടീഷണൽ ഫ്ലാഗ്സിനെ കൂടുതൽ നമുക്കറിയാം പറ്റി ഈ കണ്ടീഷണൽ ഫ്ലാഗ്സിനെ പറ്റി നമുക്ക് കൂടുതലൊന്ന് നോക്കാം. ക്യാരി ഫ്ലാഗ്. ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓവർഫ്ലോ കണ്ടീഷൻസ് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൽ ഓവർഫ്ലോ കണ്ടീഷൻ വരുമ്പോൾ അതിനെ കാട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരി ഫ്ലാഗ് ഉപയോഗിക്കുന്നത്. ഇനി ഓക്സിലറി ഫ്ലാഗ്. ഈ ഫ്ലാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈനറി ആവശ്യമായ സന്ദർഭത്തിൽ നിബിളിൽ നിന്ന് ക്യാരിയോ ബോറോ ഉണ്ടെങ്കിലാണ് ഈ ഫ്ലാഗ് ഉപയോഗിക്കുന്നത്. പാരിറ്റി ഫ്ലാഗ്. പാരിറ്റി ഫ്ലാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ടുകൾ തമ്മിലുള്ള തുല്യത ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാരിറ്റി ഫ്ലാഗ് ഉപയോഗിക്കുന്നത്. സീറോ ഫ്ലാഗ്. ഈ സീറോ ഫ്ലാഗ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൻ്റെയും ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെയും റിസൾട്ട് 0 ആണെങ്കിൽ ഈ ഫ്ലാഗ് 1 എന്നും അല്ലെങ്കിൽ 0 എന്നും സ്റ്റോർ ചെയ്ത് വെക്കും. അല്ലേ സൈൻ ഫ്ലാഗ്. ദിസ് ഫ്ലാഗ് ഹോൾഡ്സ് ദി സൈൻ ഓഫ് ദി റിസൾട്ട്. ഈ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ സൈൻ ഏതാണോ ആ സൈന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഈ സൈൻ ഫ്ലാഗ് ചെയ്യുന്നത്. ഓവർഫ്ലോ ഫ്ലാഗ്. This flag represents the results when the system capacity is exceeded. സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി കൂടിയുണ്ടെങ്കിൽ ഈ ഓവർഫ്ലോ ഫ്ലാഗ് ആണ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ ഫ്ലാഗ്സ്. കൺട്രോൾ ഫ്ലാഗ്സ് കൺട്രോൾസ് ദി ഓപ്പറേഷൻ ഓഫ് ദി എക്സിക്യൂഷൻ യൂണിറ്റ്. എക്സിക്യൂഷൻ യൂണിറ്റിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഫ്ലാഗ്സ് ഉപയോഗിക്കുന്നത്. ഇനി താഴെ പറയുന്നതാണ് കൺട്രോൾ ഫ്ലാഗ്സ്. ട്രാപ്പ് ഫ്ലാഗ്. ട്രാപ്പ് ഫ്ലാഗ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂസറിന് ഡീബഗ് ചെയ്യാൻ സമയത്ത് ഒരു ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ദ പ്രോഗ്രാം ക്യാൻ ബി റൺ ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് മോഡ്. സിംഗിൾ സ്റ്റെപ്പ് മോഡിലായിരിക്കും ഈ പ്രോഗ്രാം റൺ ചെയ്യുക. ഇനി ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്. ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാമിനെ അലൗ ചെയ്യാനോ ചില സന്ദർഭത്തിൽ അലൗ ചെയ്യാനോ പ്രൊഹിബിറ്റ് ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലാഗാണ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്. ഇത് 1 എന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനേബിൾഡ് കണ്ടീഷനിലും 0 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസേബിൾഡ് കണ്ടീഷനിലുമായിരിക്കും ഉണ്ടാകുക. ഇനി ഡിറക്ഷൻ ഫ്ലാഗ്. ഡിറക്ഷൻ ഫ്ലാഗ് ഉപയോഗിക്കുന്നത് സ്ട്രിങ് ഓപ്പറേഷൻസിലാണ്. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ മെമ്മറി അഡ്രസ്സസിൽ നിന്നും ലോവർ മെമ്മറി അഡ്രസ്സസിലേക്ക് സ്ട്രിങ് ബൈറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തിരിച്ചും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിറക്ഷൻ ഫ്ലാഗ് ഉപയോഗിക്കുന്നത്. ഇനി ജനറൽ പേർപ്പസ് രജിസ്റ്റർ എന്തിനാന്ന് നോക്കാം. ദർ ആർ 8 ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് AH, AL, BH, BL, CH, CL, DH and DL. These registers can be used individually to store 8-bit data and can be used in pairs to store 16-bit data. The valid registers pairs are AH and AL, BH and BL, CH and CL and DH and DL. It is referred to the AX, BX, CX and DX respectively. ഈ ജനറൽ പേർപ്പസ് രജിസ്റ്റർ 8 എണ്ണം ഉണ്ട്. അതാണ് ഈ AH, AL എന്നൊക്കെ പറയുന്നത്. ദീസ് രജിസ്റ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻഡിവിജ്വലി. ഇത് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് ഈ 8-bit ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പേഴ്സ് ആയിട്ട് 16-bit ഡാറ്റ ആയിട്ടും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. അതിൽ AX രജിസ്റ്റർ എന്താ നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അക്യുമുലേറ്റർ രജിസ്റ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഓപ്പറൻസ് ഫോർ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസിലെ ഓപ്പറൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. BX രജിസ്റ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബേസ് രജിസ്റ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി സ്റ്റാർട്ടിംഗ് ബേസ് അഡ്രസ് ഓഫ് ദി മെമ്മറി ഏരിയ വിത്തിൻ ദി ഡാറ്റ സെഗ്മെൻറ്റ്. ഇതൊരു BX രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസ് രജിസ്റ്റർ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി സ്റ്റാർട്ടിംഗ് ബേസ് അഡ്രസ്. ഈ മെമ്മറി ഏരിയയിലെ സ്റ്റാർട്ടിംഗ് ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് BX രജിസ്റ്റർ ഉപയോഗിക്കുന്നത്.
ഇനി CX register. It is referred to as a counter. It is used in loop instruction to store the loop counter. ഈ ലൂപ്പ് ഉള്ള സമയത്ത് ഈ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. DX register. This register is used to hold IO port addresses for IO instruction. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഈ രജിസ്റ്റർ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് ടു ഹോൾഡ് IO പോർട്ട് അഡ്രസ്സസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് അഡ്രസ്സസിനെ ഹോൾഡ് ചെയ്യാൻ. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി അഡ്രസ്സസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ. It is a 16-bit register which holds the addresses from the start of the segment to the memory location where a word was most recently stored on the stack. ഇതൊരു 16-bit രജിസ്റ്റർ ആണ്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ്സസ് സ്റ്റോർ ചെയ്യും. എവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രം ദി സ്റ്റാർട്ട് ഓഫ് ദി സെഗ്മെൻറ്റ് ടു ദി മെമ്മറി ലൊക്കേഷൻ. സെഗ്മെൻറ്റിൻ്റെ തുടക്കം മുതൽ മെമ്മറി ലൊക്കേഷൻ വരെ ഉള്ളത് സ്റ്റോർ ചെയ്ത് വെക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് BIU എന്താ നോക്കാം. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്. PIU takes care of all data and addresses transfers on the buses for the EU like sending addresses. ഇത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BIU ടേക്സ് കെയർ, എല്ലാ കാര്യങ്ങളും ഡാറ്റയും അഡ്രസ്സസും ബസ്സസിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യും. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂഷൻ യൂണിറ്റ് അഡ്രസ്സസ് എങ്ങനെയാണോ സെൻഡ് ചെയ്യുന്നത് അതുപോലെയാണ് ഈ BIU ഡാറ്റയും അഡ്രസ്സസിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദി മെമ്മറി, റീഡിങ് ഡാറ്റ ഫ്രം ദി പോർട്സ് ആൻഡ് ദി മെമ്മറി ആസ് വെൽ ആസ് റൈറ്റിംഗ് ഡാറ്റ ടു ദി പോർട്സ് ആൻഡ് ദി മെമ്മറി. ഈ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യാനും ഈ പോർട്സിൽ നിന്നും മെമ്മറിയിൽ നിന്നും ഡാറ്റയെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെയാണ്. EU ഹാസ് നോ ഡയറക്ഷൻ കണക്ഷൻ വിത്ത് സിസ്റ്റം ബസ്സസ്, സോ ദിസ് ഈസ് പോസിബിൾ വിത്ത് BIU. നേരത്തെ പറഞ്ഞ പോലെ EUവിന് സിസ്റ്റം ബസ്സസുമായി ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് BIU ഉപയോഗിച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് BIU ആർ കണക്റ്റഡ് വിത്ത് ദി ഇൻറ്റേർണൽ ബസ്. ഇൻറ്റേർണൽ ബസ്സിൻ്റെ ആയിട്ടുമാണ് ഈ BIU കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ഫങ്ഷണൽ പാർട്സ് നോക്കാം. ഇൻസ്ട്രക്ഷൻ ക്യൂ. BIU contains the instruction queue. BIU gets up to 6 bytes of next instructions and stores them in the instructions queue. When EU executes instructions and it is ready for its next instruction, then it simply reads the instruction from this instruction queue, resulting in increased execution speed. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻസ്ട്രക്ഷൻ ക്യൂന്ന് റീഡ് ചെയ്ത് അതിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫെച്ചിങ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വൈൽ ദി കറൻറ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട്സ് ഈസ് കോൾഡ് പൈപ്പ് ലൈനിങ്. ഈ ഒരു പ്രോസസ്സിനെ ഈ കറണ്ട് ഇൻസ്ട്രക്ഷൻ റൺ ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ ചെയ്യാനുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നതിനെയാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. സെഗ്മെൻറ്റ് രജിസ്റ്റർ. BIU ഹാസ് 4 സെഗ്മെൻറ്റ് ബസ്സസ്, that is CS, DS, SS and ES. It holds the addresses of instructions and data in memory. ഈ സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്. CS, DS, SS and ES. ഇതിൻ്റെ ജോലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ്സ് ദി അഡ്രസ്സസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ഇൻ മെമ്മറി. മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻസും ഡാറ്റേൻ്റെയും അഡ്രസ്സസ് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വിച്ച് ആർ യൂസ്ഡ് ബൈ ദി പ്രൊസസ്സർ ടു ആക്സസ് മെമ്മറി ലൊക്കേഷൻസ്. ഈ പ്രൊസസ്സറിന് മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അഡ്രസ്സസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് 1 പോയിൻ്റർ രജിസ്റ്റർ IP വിച്ച് ഹോൾഡ്സ് ദി അഡ്രസ്സസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു എക്സിക്യൂട്ടഡ് ബൈ ദി EU. എക്സിക്യൂഷൻ യൂണിറ്റ് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യത്തിൻ്റെ അഡ്രസ്സസ് ഒരു രജിസ്റ്റർ IP ഉപയോഗിച്ച് പോയിൻ്റർ രജിസ്റ്റർ IP ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും.
CS, it stands for code segment. It is used for addressing a memory location in the code segment of the memory. ഈ സി എസ് യൂസ് ചെയ്യുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സിങ് എ മെമ്മറി ലൊക്കേഷൻ ഇൻ ദി കോഡ് സെഗ്മെൻറ്റ്. ഈ മെമ്മറിയിലെ കോഡ് സെഗ്മെൻറ്റിൻ്റെ ലൊക്കേഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി എസ് ഉപയോഗിക്കുന്നത്. വേർ ദി എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഈസ് സ്റ്റോർഡ്. എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ച മെമ്മറിയിലെ സെഗ്മെൻറ്റിൻ്റെ കോഡ് സെഗ്മെൻറ്റിൻ്റെ ലൊക്കേഷൻ അഡ്രസ്സ് ചെയ്യാനാണ് സി എസ്. ഇനി ഡി എസ് ഈ സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റ സെഗ്മെൻറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ യൂസ്ഡ് ബൈ ദി പ്രോഗ്രാം and is accessed in the data segment by an offset addresses or the content of other register that holds the offset addresses. ഡി എസ് എന്ന് പറയുന്ന ഒരു ഡാറ്റ സെഗ്മെൻ്റ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ യൂസ്ഡ് ബൈ ദി പ്രോഗ്രാം. ഇതിൽ പ്രോഗ്രാം യൂസ് ചെയ്ത ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. SS, it stands for stack segment. It handles memory to store data and addresses during execution. SS എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്റ്റാക്ക് സെഗ്മെൻ്റ് ആണ്. ഇറ്റ് ഹാൻഡിൽസ് മെമ്മറി. ഇതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ മെമ്മറി ടു സ്റ്റോർ ഡാറ്റ ആൻഡ് അഡ്രസ്സസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ സമയത്ത് മെമ്മറി ടു സ്റ്റോർ ഡാറ്റ ആൻഡ് അഡ്രസ്സസ് എക്സിക്യൂഷൻ സമയത്ത് മെമ്മറീനെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. ES, it stands for extra segment. ES is an additional data segment which is used by the string to hold the extra destination data. ES എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ സെഗ്മെൻ്റ് ആണ്. ഇതൊരു അഡീഷണൽ ഡാറ്റ സെഗ്മെൻ്റ് ആണ്. ഇത് ഉപയോഗിക്കുന്നതിന് സ്ട്രിങ് ടു എക്സ്ട്രാ ഡെസ്റ്റിനേഷൻ ഡാറ്റ, സ്ട്രിങ്ങുകൾക്ക് എക്സ്ട്രാ ഡെസ്റ്റിനേഷൻ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ, ഇറ്റ് ഈസ് എ 16-bit രജിസ്റ്റർ യൂസ്ഡ് ടു ഹോൾഡ് ദി അഡ്രസ്സസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറയുന്നത് ഒരു 16-bit രജിസ്റ്റർ ആണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സസ് ഹോൾഡ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇൻറ്റേർണൽ ആർക്കിടെക്ചറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ ആർക്കിടെക്ചറിന് 2 സെക്ഷനാണ് ഉള്ളത്. ഒന്ന് ബസ് ഇൻ്റർഫേസ് യൂണിറ്റും പിന്നെ എക്സിക്യൂഷൻ യൂണിറ്റും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്യാം. നമുക്കൊരു 2 നമ്പർ കീബോർഡ് വഴി ആക്സസ് ചെയ്തിട്ട് അതിനെ പ്ലസ് ചെയ്യാനോ വേറെ എന്തെങ്കിലും മെത്തേഡ് ചെയ്യാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് വഴിയാണ് എപ്പോഴും നമ്മൾ ഡാറ്റേനെ ആക്സസ് ചെയ്യാനും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എക്സിക്യൂഷൻ യൂണിറ്റ് ഒരിക്കലും ഡയറക്റ്റ് കണക്ഷൻ സിസ്റ്റം ബസ്സസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് എപ്പോഴും ബസ് ഇൻ്റർഫേസ് യൂണിറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടായും കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഒരു നമ്പർ ആക്സസ് ചെയ്യുന്നു. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ എക്സിക്യൂഷൻ യൂണിറ്റ് ആയിരിക്കും. ഈ എക്സിക്യൂഷൻ യൂണിറ്റ് ആണ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിന് ഈ നമ്പർ എവിടെയാണ് ഉള്ളത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് നിന്ന് കിട്ടിയ ഡാറ്റ ആദ്യം തന്നെ എങ്ങോട്ട് പോകും? ഇൻസ്ട്രക്ഷൻ സ്ട്രീം ബൈറ്റ് ക്യൂയിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഈ സെഗ്മെൻറ്റ് സെക്ഷനിലേക്ക് പോയിട്ട് കോഡ് സെഗ്മെൻറ്റിലായിരിക്കും ഫസ്റ്റ് ഡാറ്റ പോവുക. ഈ കോഡ് സെഗ്മെൻറ്റിലാണ് എപ്പോഴും ഡാറ്റ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഈ കോഡ് സെഗ്മെൻറ്റിൽ നിന്ന് ഡാറ്റയെ ഡാറ്റ സെഗ്മെൻറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡാറ്റ സെഗ്മെൻറ്റിൽ നിന്ന് എക്സിക്യൂഷൻ യൂണിറ്റിലെ ഒരു രജിസ്റ്ററിലേക്ക് ഈ ഡാറ്റ സ്റ്റോർ ആവുകയും ചെയ്യും.
ഇത് ഡാറ്റയുടെ സൈസ് അനുസരിച്ചായിരിക്കും സ്റ്റോർ ആവുക. അങ്ങനെ നമുക്ക് ഒരു വാല്യൂ സ്റ്റോർ ആയി കിട്ടി. ഇനി അടുത്ത വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും ഇൻപുട്ട് ഡിവൈസസിലൂടെ നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യും. സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ അടുത്ത രജിസ്റ്ററിൽ സ്റ്റോർ ആവും. അങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് AX രജിസ്റ്ററിൽ 1ഉം BX 2ഉം കിട്ടി. ഇനി നമുക്ക് ഈ 2 നമ്പറിനെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റിൻ്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ഈ 2 നമ്പർ ആഡ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ഈസ് ഈക്വൽ ടു AX1 പ്ലസ് BX2. ഈ 2 നമ്പറും ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് AX1-ലായിരിക്കും. അങ്ങനെ എപ്പോഴെങ്കിലും ഈ ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ക്യാരി വരുന്ന സമയത്ത് ഈ ഫ്ലാഗ്സ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാട്ടുന്നത്. ഈ ഫ്ലാഗ്സ് ഇൻഡിക്കേറ്റ് ചെയ്ത് കാട്ടും അതിൽ എപ്പോഴെങ്കിലും ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഈ AX1-ൽ സ്റ്റോർ ചെയ്ത ഡാറ്റ നേരെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് വഴി കോഡ് സെഗ്മെൻറ്റിൽ കോഡ് ചെയ്ത് വെച്ച ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാമിലൂടെ ഈ ഡാറ്റ ഔട്ട്പുട്ട് ഡിവൈസിൽ ഡിസ്പ്ലേ ചെയ്ത് കാട്ടും. ഇങ്ങനെയാണ് ഈ ഒരു ഇൻ്റർണൽ ആർക്കിടെക്ചറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ടോപ്പിക് അവിടെ അവസാനിക്കുകയാണ്. ഞാൻ എടുത്ത ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.